മലപ്പുറം നിലമ്പൂർ പന്തീരായിരം വനമേഖലയിൽ കാട്ടുതീ പടരുന്നു. തിങ്കളാഴ്ച തുടങ്ങിയ കാട്ടുതീ കൂടുതൽ ശക്തിയോടെ പടരുകയാണ്. ഫയർഫോഴ്സിന് ഇവിടേക്ക് എത്താൻ കഴിയില്ല. വനംവകുപ്പിനും തീ അണയ്ക്കാനായിട്ടില്ല. ജംഷീർ കൊടിഞ്ഞി വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. ജംഷീർ, ഈ തീ അണയ്ക്കാൻ ഇപ്പോൾ എന്താണ് പ്രതിസന്ധിയായിട്ടുള്ളത്? ഫാരിഷ, ഈ കരടിപ്പാറ ഭാഗത്ത്, അതായത് ഈ വനമേഖലയിൽ ഏതാണ്ട് 1200 ഹെക്ടർ വരുന്ന വനമേഖല പ്രദേശമാണ്. ഇവിടെ ഇപ്പോൾ തന്നെ ഏക്കർ കണക്കിന് സ്ഥലം കത്തി നശിച്ചു. ഇങ്ങോട്ടേക്ക് ഫയർഫോഴ്സിനോ അല്ലെങ്കിൽ വാഹനങ്ങൾക്കോ കടന്നു പോകാൻ കഴിയാത്തൊരു പ്രദേശമാണ് എന്നുള്ളതാണ് ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്നുള്ളതാണ്. വനപാലകർ നടന്നു ചെന്നിട്ടൊക്കെ തീയണക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും അതെല്ലാം വിഫലമാണ്. ഏക്കർ കണക്കിന് വരുന്ന സ്ഥലം കത്തി നശിച്ചിട്ടുണ്ട്. ഫയർഫോഴ്സിനോ അല്ലെങ്കിൽ മറ്റോ വാഹനങ്ങൾക്കോ ഇങ്ങോട്ടേക്ക് എത്താൻ കഴിയാത്ത ഒരു സാഹചര്യം നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ കാട്ടുതീ കഴിഞ്ഞ തിങ്കളാഴ്ച ആരംഭിച്ച കാട്ടുതീയാണ്. പക്ഷേ അത് ഇപ്പോഴും തുടരുകയാണ്. രാത്രികാലങ്ങളിലൊക്കെ തുടരുകയാണ്. തിങ്ങി നിറഞ്ഞ അടിക്കാടുകളുടെ ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ കാട്ടുതീ വലിയ തരത്തിൽ വ്യാപകമായി തുടരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ വനപാലകരൊക്കെ മണിക്കൂറുകളോളം തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടും പക്ഷേ അത് ഫലവത്താകുന്ന ഒരു സാഹചര്യം ആകുന്നില്ല എന്നുള്ളതാണ്. അതിൽ പ്രധാനപ്പെട്ട കാര്യം ഫയർഫോഴ്സിനടക്കമുള്ളവർക്ക് അങ്ങോട്ടേക്ക് എത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ ഏക്കർ കണക്കിന് സ്ഥലം ഇവിടെ കത്തി നശിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ വനമേഖലയിൽ വ്യാപകമായി കാട്ടുതീ ഉണ്ടാകുന്നതോടെ വന്യമൃഗങ്ങൾ, കാട്ടാന ഉൾപ്പെടെയുള്ളവ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാനുള്ള ഒരു സാധ്യത കൂടി കണക്കാക്കുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ അകമ്പാടം ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ VK മൂസിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം അങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അവർ അത് തീ അണയ്ക്കാനുള്ള ഒരു ശ്രമം ഊർജിതമായി നടത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ഫാരിഷ, ശരി, തിങ്കളാഴ്ച തുടങ്ങിയ കാട്ടുതീയാണ് ഈ പന്തീരായിരം മേഖലയിൽ ഇപ്പോഴും